മദ്യനയത്തിൽ ഉപാധികളോടെ മാറ്റം വരുത്താൻ കരടിൽ ശുപാർശ. 1-ാം തീയതി മദ്യഷോപ്പുകൾ പൂർണ്ണമായി തുറക്കില്ല. മൈസ് ടൂറിസ്റ്റ്, ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് എന്നിവിടങ്ങളിൽ ഇളവ്. ടൂറിസം വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം എക്സൈസ് ആണ് ശുപാർശ നൽകിയിട്ടുള്ളത്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, എക്സൈസ് വകുപ്പ് മദ്യനയത്തിൽ പുതിയ ചില മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശുപാർശകൾ നൽകിയിരിക്കുന്നു. എന്തെല്ലാമാണ് പ്രധാനപ്പെട്ട ശുപാർശകൾ, വിനീഷ്? നിലവിൽ 1-ാം തീയതി സംസ്ഥാനത്ത് ഡ്രൈ ഡേ ആണ്. ആ ഡ്രൈ ഡേയിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പ്രധാനമായും മൈ ടൂറിസം പദ്ധതികൾ, പ്രത്യേകിച്ച് വിനോദസഞ്ചാര മേഖലകളിലും വെഡ്ഡിംഗ് ടൂറിസം നടക്കുന്ന പ്രദേശങ്ങളിലും ഇവിടെയുള്ള സ്ഥലങ്ങളിൽ തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ 1-ാം തീയതി ഇത്തരത്തിൽ ഇളവ് നൽകാനുള്ള ഒരു തീരുമാനം തന്നെയാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. എക്സൈസ് വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു. നേരത്തെ ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു സൂം മീറ്റിംഗ് സംസ്ഥാനത്തെ ഹോട്ടൽ ഉടമകളുമായി, മദ്യം വിതരണം ചെയ്യുന്ന ഹോട്ടൽ ഉടമകളുമായി, അസോസിയേഷൻ സംഘടനകളുമായി ടൂറിസം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൂടിയാലോചന നടത്തിയിരുന്നു. ഒരു സൂം മീറ്റിംഗിലൂടെയായിരുന്നു ഉദ്യോഗസ്ഥരും ഈ ഹോട്ടൽ ഉടമകളുമായുള്ള നേരത്തെയുള്ള ആലോചന. ഈ ആലോചന യോഗത്തിലാണ് ഇവർക്ക് ഇളവ് നൽകണം, 1-ാം തീയതി മദ്യം വിൽക്കുന്നതിലുള്ള ഇളവ് നൽകണം എന്ന് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ടൂറിസം വകുപ്പിനെ അറിയിച്ചത്. പ്രത്യേകിച്ച് ടൂറിസം മേഖലകളിൽ ഇളവ് നൽകണമെന്ന ആവശ്യമാണ് ഹോട്ടൽ ഉടമകൾ ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇളവ് നൽകാനുള്ള ഒരു നിർദ്ദേശം പ്രധാനമായും ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിന് നൽകിയിരിക്കുന്നത്. എക്സൈസ് വകുപ്പ് ഈ ശുപാർശ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നു. എന്തായിരുന്നാലും മദ്യനയത്തിൽ ചെറിയ തോതിലുള്ള ഒരു ഇളവ് വരുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നേക്കുമെന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രധാനമായും 1-ാം തീയതിയുള്ള ഡ്രൈ ഡേയിൽ ചെറിയ ഇളവുകൾ വരുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സർക്കാർ വ്യക്തമാക്കിയിരുന്നത് ഇത്തരത്തിലാണ്, പൂർണ്ണമായുള്ള ഒരു ഇളവ് നൽകാൻ സാധിക്കില്ല. ഈ പൂർണ്ണമായി ഇളവ് നൽകിയാൽ തന്നെ സംസ്ഥാന ഖജനാവിൽ ഏകദേശം പ്രതിവർഷം 1500 കോടിയിലേറെ രൂപയുടെ വരുമാനം ഉണ്ടാകും എന്ന നിർദ്ദേശമായിരുന്നു എക്സൈസ് വകുപ്പ് മുന്നോട്ട് വെച്ചത്. പക്ഷേ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിട്ടില്ല. പക്ഷേ വിനോദസഞ്ചാര മേഖലകളിലും വെഡ്ഡിംഗ് ടൂറിസം നടക്കുന്ന മേഖലകളിലൊക്കെ ഇളവ് നൽകണമെന്ന ഒരു തീരുമാനത്തിലേക്കാണ് ടൂറിസം വകുപ്പിന്റെ നിർദ്ദേശം എക്സൈസ് വകുപ്പിന് നൽകിയിരിക്കുന്നത്. ഈ നിർദ്ദേശമാണ് എക്സൈസ് വകുപ്പ് ശുപാർശയായി സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്.